ഹലോ ഗൈസ്, അങ്ങനെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്. ഇത് വന്നിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. എന്തുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ ലേറ്റ് ആയെന്ന് ഞാൻ പറയാം. വേണ്ട. അതോടൊപ്പം എന്തുകൊണ്ട് വേൾഡ്സ് ഫസ്റ്റ് സിൽവർ പ്ലേ ബട്ടൺ എന്ന് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറയാം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് എന്തുകൊണ്ട് വേൾഡ്സ് ഫസ്റ്റ് സിൽവർ പ്ലേ ബട്ടൺ എന്ന് ഞാൻ പറഞ്ഞതെന്ന് ഞാൻ പറയാം. അത് കുറച്ച് സമയം എടുക്കും അത് പറയാം. സമയം എടുക്കും. ബട്ട് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ലേറ്റായി. ഞാനാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് ഒരു 2016 ഒരു ടൈമിലാണ് ഇത് തുടങ്ങിയത്. ബട്ട് ഇതൊരു ഫുൾ ഫ്ലഡ്ജ് ഇങ്ങനൊരു ചാനലായി മാറാൻ കാരണക്കാരായ 2 പേരുണ്ട്. അവർ 2 പേരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഒരാൾ ദേവൻ, അവനിപ്പോൾ ഹൈദരാബാദ് ജോലി ചെയ്യുകയാണ്. രണ്ടാമത്തെ ആൾ അബിയാണെങ്കിൽ ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നമ്മളിത് സിൽവർ പ്ലേ ബട്ടൺ എന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ഒരുപാട് നാളത്തിൽ ഇതെന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്കറിയാം. നമുക്കൊരിക്കലും ഈ ദിവസം വരെ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേരോട് ഇരുന്ന് ഇത് അൺബോക്സ് ചെയ്യണമെന്നായിരുന്നു. അവരില്ലാത്തതിന് എനിക്ക് നല്ല വിഷമമുണ്ട്. അവർക്ക് ഈ ഒരു ചാനലിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതാദ്യം നിങ്ങൾ കാണുക, എന്നിട്ട് അപ്പോഴത്തേക്കും ഞാനിത് അൺബോക്സ് ചെയ്ത് വെക്കാം. സ്ഥിരം കാണുന്ന അൺബോക്സിങ് കാര്യങ്ങളൊന്നും നിങ്ങളിതിൽ കാണില്ല. ഡയറക്റ്റ് ഞാൻ ഈ ഒരു പ്ലേ ബട്ടൺ, വേൾഡ്സ് ഫസ്റ്റ് സിൽവർ പ്ലേ ബട്ടൺ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ആദ്യം നമ്മുടെ ദേവൻ സാർ തന്നെ ആയിക്കോട്ടെ. ജസ്റ്റ് നമ്പർ 1 സ്റ്റേജ്. ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിന് 100K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു സിൽവർ പ്ലേ ബട്ടണും യൂട്യൂബ് അയച്ചു തന്നു. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ ജേർണി തുടങ്ങുന്നത് ശരിക്കും 2016 2016 തുടങ്ങിയെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തുടങ്ങുന്നത് ഈ കോവിഡ് ടൈമൊക്കെ ആയപ്പോഴാണ്. അന്നൊക്കെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇടുന്നത്. പിന്നെ VFX അങ്ങനെ എഡിറ്റിംഗ് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ടും ഈ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഓൺ വോയിസിലേക്ക് മാറി. ഓൺ വോയിസ് ഒക്കെ മാറിയപ്പോൾ ആദ്യമൊക്കെ വ്യൂസ് വളരെ കുറവായിരുന്നു, വളരെ ചോറുമായിരുന്നു. അങ്ങനെ കുറച്ച് നാളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഫ്രിഡ്ജിൻ്റെ കണ്ടന്റ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് വൈറൽ കണ്ടന്റ്. ഫ്രിഡ്ജിൻ്റെ വൈറൽ കണ്ടന്റ് വന്നതിന് ശേഷം പിന്നെ ബാംഗ്ലൂർ റിലേറ്റഡ് വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. അതൊരു സീരീസ് ആയിട്ട്, ബാംഗ്ലൂർ ഒരു സീരീസ് ആയിട്ട് തന്നെ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീഡിയോസ്. പിന്നീട് നമുക്കൊരു റെക്കഗ്നിഷൻ വരുന്നതെന്ന് പറയുന്നത് യേശു വേഴ്സസ് കൃഷ്ണനാണ്. സോ അതിൻ്റെ ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ അതിനെ ആൾക്കാർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അതെന്തായാലും നമ്മൾ ഒരുപാട് പേടിച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ്. അതിനെ ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അത് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങളത് എഴുതുമ്പോഴും അത് പ്രസൻറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതാണ് നമുക്കൊരു റെക്കഗ്നിഷൻ തരുന്നത്. സോ അതിനെ ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. എസ്പെഷ്യലി ആദർ സെറ്റിൻ്റെ വൈഫ് പൊന്നു, പിന്നെ അവിനാഷ്, അങ്ങനെ ഒരുപാട് പേരോട് പറയാനാണെങ്കിൽ ഒരുപാട് പേരോടുണ്ട്. സോ എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകുന്നിടത്ത് ഇനിയും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആകും എന്ന് കരുതുന്നു. ഇമ്പ്രൂവ് ആകാൻ ഞങ്ങൾ ശ്രമിക്കും. ഇനി ഡേ ബൈ ഡേ പുതിയ കണ്ടന്റുകൾ വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെ ഈ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ നിങ്ങൾ വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഞാൻ ഹൈദരാബാദിലാണ്, ജോലിയൊക്കെ ആയി. ജോലിയൊക്കെ ഇല്ലാത്തൊക്കെ പണ്ട്. ഇപ്പോൾ ഞാൻ ഭയങ്കര ജോലിക്കാരനാണ്. അപ്പോൾ ഓക്കെ. ജോലിയുടെ കാര്യം എന്താ അത്ര സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ളവർക്ക് എന്താ ഇവിടെ ജോലിയില്ല? ജോലിയൊക്കെ ഉണ്ട്. നമ്മൾ ജോലിയുടെ ഇടയ്ക്കൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അടുത്താണ് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കാം. ജസ്റ്റ് നമ്പർ 2 ഓൺ സ്റ്റേജ്. അപ്പോൾ ഞാൻ ഇവരോട് ജോയിൻ ചെയ്യുന്നത് 2021 ഇവനേതാ ഞാൻ ആദ്യമായിട്ട് അവരോട് ചെയ്യുന്നത് ഓൺ സ്ക്രീൻ അല്ല, ഓഫ് സ്ക്രീൻ വീഡിയോ എടുക്കാനും അങ്ങനത്തെ ഇതിനൊക്കെ ആയിരുന്നു ഞാൻ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അഭിഷേകയുടെ നല്ല രീതിയിൽ വീഡിയോസ് നല്ല ജെനുവിൻ കണ്ടൻസ് ഇടുന്നുണ്ടെങ്കിലും അധികം റീച്ച് കിട്ടുന്നില്ലായിരുന്നു.
അത് എന്നിട്ടും പുള്ളിക്കാരൻ അത് നിർത്താതെ അത് അതിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് മാത്രമാണ് ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് വന്ന് നിൽക്കുന്നത്. കറക്റ്റ്, റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേയില്ല. ഞങ്ങളുടെ മെയിൻ റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൺഡേസും ഷൂട്ടായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള ഫുള്ള് സാധനങ്ങളും എല്ലാ സൺഡേയും ഷൂട്ട് ചെയ്ത് വെക്കുക. വർക്ക് ലൈഫും പാഷനും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന മനുഷ്യനായിരുന്നു അങ്ങനെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് ദേവൻ. കണ്ടൻറ്റൊക്കെ എവിടുന്ന പൊട്ടിമുളച്ച് കൊണ്ടുവരുന്നതെന്ന് യാതൊരു പിടിയും കിട്ടത്തില്ല. അമ്മാതിരി കണ്ടൻറ്റുകളൊക്കെ എഴുതിക്കൊണ്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും എൻ്റെ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന എല്ലാത്തിനും കാരണമാണെങ്കിലും അഭിഷേക് ഇമാജിനേഷൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പേഴ്സണൽ മാറ്റത്തിന് കാരണമാണ്. സെയിം വൈബ് മാച്ചസ് ദ സെയിം ട്രൈബ് എന്ന് പറയുന്ന പോലെ തന്നെ പണ്ഡിതനാണെന്ന് തോന്നുന്നു. ഈ കാണുന്ന അണ്ണൻ്റെ കൂട്ട് 100K നിന്ന് മില്യൺസും 10 മില്യൺസും എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. അതെ, ഇവർക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? എന്താ പറയുക, ഇവർ രണ്ടുപേരുമാണ് ഒരു മെയിൻ എന്താ പറയുക, ഈ ഒരു ചാനലിൻ്റെ വളർച്ചയ്ക്ക് മെയിനായിട്ട് നിന്ന രണ്ടുപേരെന്ന് പറയാം. ഇവർ രണ്ടുപേരും ഒരു പോയിന്റിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അബി കൂടുതലും ടെക്നിക്കൽ സൈഡാണ് നിൽക്കുന്നത്. ദേവനാണ് കൂടുതലും കണ്ടൻറ് വൈസ് കണ്ടൻറ് ഐഡിയ കൊണ്ടുവരുന്നത്. പിന്നെ ഞങ്ങളത് ഡെവലപ്പ് ചെയ്യാറാണ് പതിവ്. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷമായി. പിന്നെ ഈ കണ്ടൻറ് ഉണ്ടാക്കുക, കണ്ടൻറ് ഇടുക എന്നുള്ളതിലുപരി ഒരു ഓഡിയൻസ് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ അങ്ങനെ ഒരു ഓഡിയൻസ് വന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. യുണീക്കായിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ചാനലിൻ്റെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതിൻ്റെ ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത്. ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു തരുള്ളൂ. അൺബോക്സിങ്ങിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കണ്ടന്റ് പറയുമ്പോൾ നമ്മുടെ ഈ ചാനൽ ഏറ്റവും കൂടുതൽ റെക്കഗ്നേഷൻ കിട്ടി എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് യേശു വേഴ്സസ് കൃഷ്ണ എന്ന് പറയുന്നതാണ്. എവിടെയോ വെച്ചക്കണ്ട പരിചയമുണ്ട്. അത് വന്ന ഒരു വഴി എനിക്കിവിടെ പറയണം, ഒരാളുടെ കാര്യം മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് നമ്മളിത് ഇനിഷ്യലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ദൈവം മനുഷ്യരോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ വന്നാൽ അതെങ്ങനെയായിരിക്കും എന്നൊരു തോട്ട് വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഇനിഷ്യലി ഞങ്ങൾ ഈ ചാനലിൽ ആ വീഡിയോസ് ഇടുന്നത്. അതിൻ്റെ ഒരു പോയിന്റിൽ നമ്മൾ വിചാരിച്ചു നമുക്ക് ഇന്നൊരു സ്പെസിഫിക് റിലീജിയൻ്റെ പേരെടുത്ത് ഒരു ദൈവത്തിൻ്റെ പേര് പറയണ്ട, എന്നാലും അതല്ലല്ലോ. അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. അതായത് ആൾക്കാർക്കത് മനസ്സിലായാൽ മാത്രം മതി, ഇന്ന ആളായിരിക്കാം, ഇന്ന ആളെ പറ്റിയാണോ പറയുന്നത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ബട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സുധിൻ, അവൻ നമ്മളോടൊരു തോട്ട് പറയുന്നുണ്ട്. ആ തോട്ട് വന്ന സമയത്ത് നമുക്കത് ദൈവങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലോട്ട് മാറ്റേണ്ടി വന്നു. പക്ഷെ അതിന് ശേഷമാണ്, ആ ഒരു കണ്ടന്റ് വന്നതിന് ശേഷമാണ് നിങ്ങൾ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് യേശു വേഴ്സസ് കൃഷ്ണ എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു മെയിൻ ക്രെഡിറ്റ് പോകേണ്ടത് സുധിനാണ്. അവൻ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ അത് ചെയ്യില്ലായിരുന്നു ഒരിക്കലും. മീൻസ് എനിക്കൊന്ന് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ആൾക്കാരിലേക്ക് അത് എത്തണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, ആൾക്കാർക്കുള്ളൊരു ക്യൂരിയോസിറ്റി ഇവർ തമ്മിൽ സംസാരിച്ചാൽ എന്തെന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് അൺബോക്സിങ്ങിൻ്റെ പോർഷനിലേക്ക് കയറാം. നീ ഒന്നും പണയണ്ട. ഇതാണ് ആ സിൽവർ പ്ലേ ബട്ടൺ. ഈ ഒരു സാധനം നമ്മുടെ കൈ നിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഡെഫിനറ്റ്ലി അത് ഓഡിയൻസ് തന്നെയാണ്. അത് ഒരുപാട് ഞങ്ങൾ ചില കണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ ഇത് വർക്കൗട്ട് ആകാതെ പോയ കണ്ടൻറ്റുകൾ ഒരുപാടുണ്ട്. ചാനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, ഒരുപാട് കണ്ടൻറ്റുകളുണ്ട്. ബട്ട് നമ്മൾ വർക്കൗട്ട് ആവുമെന്ന് വിചാരിച്ച കണ്ടൻറ്റുകൾ വർക്കൗട്ട് ആക്കിയിട്ടുമുണ്ട്. ആ ഒരു ഓഡിയൻസിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. നന്ദി മാത്രമല്ലേ. പിന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ട് വേൾഡ്സ് ഫസ്റ്റ് സിൽവർ പ്ലേ ബട്ടൺ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് അഭിഷേക്സ് ഇമാജിനേഷൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. ബാക്കി ചാനലുകളിലൊക്കെ അവരവരുടെ ചാനലിൻ്റെ പേര് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ആഞ്ജനേയ സ്വാമി. അത് നിങ്ങൾക്ക് കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 10 സെക്കൻഡ് ഞാൻ തരും. കഴിഞ്ഞു. അപ്പം
ചുമ്മാ ഒരു തമ്പനയിലൊരു പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഒരൊലക്ക കിട്ടുമോ? ആക്ച്വലി അങ്ങനെയാണ്, ഇത് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ളതാണല്ലോ ഇവിടുന്ന്. അവരുടെ പേര് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെയിം ആണെങ്കിൽ ആ പേരെന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അത് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആരും ചീത്ത വിളിക്കരുത്. ഇല്ല സാർ, അത് മതി. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അഭിപ്രായങ്ങൾ പറയണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയണം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓഫ് കോഴ്സ് യൂട്യൂബിനോട് നന്ദി പറയണം. കാര്യം വെച്ചാൽ എനിക്കൊന്ന് ക്രിയേറ്റേഴ്സിനെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ ഇല്ല. മറ്റ് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്ന് എൻകറേജ്മെൻറ്റ്സ് തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ യൂട്യൂബിനും വലിയൊരു നന്ദിയുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ ഓഡിയൻസിന് വളരെ 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 നന്ദി. പിന്നെ നമ്മളെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ച എല്ലാവരോടും, ഫാമിലി, ഫ്രണ്ട്സ്, നമുക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ സമയത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇത് തീർന്നില്ലേ? കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സാധാരണ ഈ ചാനലിൽ ഞാനത് പറയാറില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്, എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്താൽ, ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. സാധാരണ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത് കാര്യമാക്കണ്ട. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.